ഞാൻ ബിരിയാണി കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല പറയാൻ. ഒരു അവാർഡ് പടം, അത് പ്രതീക്ഷ വന്നാൽ മതി. ലൈംഗികമായിട്ടുള്ളതായാലും ഋതു, കനി, പ്രഭ എല്ലാരും എല്ലാം അതില് പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. അത്ര അങ്ങനെയല്ല. അല്ലല്ല, ബിരിയാണി പോലെ അല്ല. മൂവി കൊള്ളാം, നല്ല പടമാണ്. ഒരു അവാർഡ് പടം, അത് പ്രതീക്ഷ വന്നാൽ മതി. ആക്ടിങ് കൊള്ളാം. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പടം, സാധാരണ മനുഷ്യർ ജീവിതത്തിൽ നടക്കുന്ന ഒരു പടം, അത് അതേപോലെ തന്നെ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. അത്ര അങ്ങനെയല്ല. ഇതൊരു മനുഷ്യരുടെ ഉള്ളിൽ നടക്കണ എന്തൊക്കെയുണ്ടോ അതിപ്പോൾ ലൈംഗികമായിട്ടുള്ളതായാലും എല്ലാം അതിൽ പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ മോശമായിട്ടൊന്നും പറയില്ല. കൊള്ളാം. ഓവറോൾ നല്ല പടമാണ്. ഒരു അവാർഡ്സിനെ പ്രതീക്ഷ വന്നാൽ മതി. വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പടം അറിയാമല്ലോ, അവാർഡ് കിട്ടിയ പടം ആകുമ്പോൾ അങ്ങനെ പ്രതീക്ഷ വന്നാൽ കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും പ്രതീക്ഷ വന്നാൽ അതിന് സാറ്റിസ്ഫൈ ചെയ്യില്ല. എനിക്കറിയത്തില്ല പറയാൻ. പക്ഷെ അവാർഡ് ടൈപ്പ് ആണ്. അല്ലല്ല, ബിരിയാണി പോലെ അല്ല. നല്ല പടം. ഇത് കാണാൻ പറ്റിയ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ എടുത്ത് പറയാണ്. കാരണം പലയിടത്തും ഇറങ്ങി, US-ലും UK-ലൊക്കെ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറങ്ങി കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. ലിസ്റ്റ് വാച്ച്. ഭയങ്കര നല്ല മൂവിയാണ്. ഭയങ്കര ടച്ച് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരുടെയും നല്ല അഭിനയമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ, ദിവ്യ ആണെങ്കിലും കനികുശ്രീ ആണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചു. മേക്കിംഗ് തന്നെയാണ്. മേക്കിങ്ങും അതുപോലെ അഭിനയം, മേക്കിംഗ് ആൻഡ് സിനിമാറ്റോഗ്രഫി എല്ലാം ബ്യൂട്ടിഫുൾ മൂവിയായിരുന്നു. എനിക്ക് കണക്റ്റ് ആയി. എനിക്ക് ആ ഫ്രെയിമിങ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു. മൈ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഭയങ്കര നല്ലതായിരുന്നു. കണക്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഭയങ്കര കിള്ളം പെർഫോമൻസ്. ഋതു, കനി, പ്രഭ എല്ലാവരും. ഞാൻ ഉറങ്ങിയില്ല. ഇഷ്ടപ്പെട്ടു. ഞാൻ ബിരിയാണി കണ്ടിട്ടില്ല. സിനിമ വളരെ വ്യത്യസ്തമായിരുന്നു. നല്ലൊരു ഫിലിമായിരുന്നു. എന്നുള്ളത് നിലവാരം പുലർത്തുന്ന ഒരു സിനിമയാണ്. നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു.